ഹലോ എവരിവൺ, വെൽക്കം ടു ഡോഗ് ആൻഡ് ടെക്. ഞാൻ നവാസ്. ഇന്ന് മറ്റൊരു ഫോണിന്റെ അൺബോക്സിംഗ് ആണ്, റിയൽമി 6 Pro. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്ഥിരം കാണുന്ന യെല്ലോ കളർ ബോക്സിൽ തന്നെയാണ് റിയൽമി 6 Pro വരുന്നത്. നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇതാണ് മുകളിൽ ഉള്ളത്. 6 Pro ബ്രാൻഡിങ് ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ പുറകിലായിട്ട് പ്രധാന സ്പെസിഫിക്കേഷൻസ്, ക്യാമറ, പ്രോസസ്സർ, ഫാസ്റ്റ് ചാർജ് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. സമയം കളയാൻ നമുക്കിത് അൺബോക്സ് ചെയ്യാം. 18,000 രൂപ വില വരുന്ന 664 GB വേരിയൻ്റാണിത്. 19,000 രൂപയ്ക്ക് 6128ഉം 20,000 രൂപയ്ക്ക് 8128 GB മോഡൽസും വരുന്നുണ്ട്. എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഈ ബോക്സിനകത്ത് മിക്കവാറും ബാക്ക് കേസും ഡോക്യുമെൻറ്റേഷനും ഒക്കെ ആയിരിക്കും. ഫോൺ എടുത്ത് നോക്കാം. ഈ കവറൊക്കെ ഒന്ന് മാറ്റട്ടെ. ലൈറ്റ്നിങ് ബ്ലൂ അതാണ് ഈ കളർ വേരിയൻറ്റ്. അത്യാവശ്യം വെയിറ്റൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഓഹ്, ഹോട്ട്, അബ്സല്യൂട്ട് ബ്യൂട്ടി. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ബോക്സിലെ മറ്റ് കണ്ടൻസ് നോക്കാം. ഫോണ് കൂടാതെ ഒരു 30 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജർ, 1 മണിക്കൂറിൽ ഫുൾ ചാർജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു USB Type-C കേബിൾ, ഫ്ലെക്സിബിൾ TPU കവർ, ഒരു സിം ടൂൾ, യൂസർ മാനുവൽ, ഇത്രയൊക്കെയാണ് ബോക്സിൽ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. ലൈറ്റ്നിങ് ബ്ലൂ ആ പേരിനോട് 100% നീതി പുലർത്തുന്ന ഒരു ഫിനിഷ് തന്നെയാണ് റിയൽമി കൊടുത്തിട്ടുള്ളത്. പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഫോണ് ഓണായി വരുന്നതിന് മുന്നേ ആയിട്ട് സ്പെസിഫിക്കേഷൻസൊക്കെ ഒന്ന് കാണാം. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സർ, 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ വിത്ത് 90 Hz റീഫ്രഷ് റേറ്റ്, 64 മെഗാപിക്സൽസ് വരുന്ന റിയർ ക്വാഡ് ക്യാമറ സെറ്റ്, 16ഉം 8ഉം മെഗാപിക്സൽസുള്ള ഡ്യുവൽ സെൽഫി ക്യാമറ, 4300 mAh ബാറ്ററി, 30 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇൻ ബോക്സ്, ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ, സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ്, 664, 6128, 8128 ഇങ്ങനെയാണ് മെമ്മറി വേരിയൻറ്റ്സ്. എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ടും ഉണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തുകൊണ്ടുള്ള റിയൽമി യൂസർ ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് സെൻസർ ലൈറ്റ്നിങ് ഫാസ്റ്റാണ്. ഒരിക്കൽ പോലും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഫേസ് അൺലോക്കും തന്നെ അത്യാവശ്യം ഫാസ്റ്റാണ്. ഫോണ് ഇത്തിരി ബൾക്കിയാണ്, 195 grams ആണ് വെയിറ്റ് വരുന്നത്. ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി സ്ലിപ്പറിയാണ് എന്നുകൂടെ പറയാം. ഫോണിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ IPS LCD ഡിസ്പ്ലേ ആണ്. വളരെ മിനിമൽ ആയിട്ടുള്ള വെസൽസ് ആണ്. ഒരു ചെറിയ ചിൻ. മുകളിൽ ലെഫ്റ്റ് കോർണറിൽ ഡ്യുവൽ സെൽഫി ക്യാമറകൾ 5 ഹോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നീറ്റാണ്. പുറകിലെ മെയിൻ അട്രാക്ഷൻ ലൈറ്റ്നിങ് എഫക്റ്റ് ഉള്ള ഈ സ്പെഷ്യൽ ഡിസൈൻ തന്നെയാണ്. വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള കോഡ് ക്യാമറകൾ മുകളിലായിട്ട്, തൊട്ടടുത്ത് LED ഫ്ലാഷ് കാണാം. താഴെയാണ് റിയൽമി ബ്രാൻഡിങ്. ക്യാമറ ബം ഒരു 2-3 മില്ലിമീറ്ററോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാം. എപ്പോഴും ഒരു കേസ് ഇട്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഫോണിൻ്റെ വലതുവശത്താണ് പവർ ബട്ടൺ കം ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടൺസും സിം ട്രേയും, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ, താഴെ സ്പീക്കർ ഗ്രിൽ, മൈക്രോഫോൺ, ചാർജിങ് സോക്കറ്റ്, ഇയർഫോൺ ജാക്ക്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ബ്ലോട്ട്വെയർ ആപ്സ് വരുന്നത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്ന ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് ആണ് റിയൽമി UI. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്. 90 Hz ഡിസ്പ്ലേ നമുക്കൊരു പ്രത്യേക സ്മൂത്ത്നെസ് തന്നെ തരുന്നുണ്ട്. അടിപൊളി.
ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റേത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ, നല്ല ബ്രൈറ്റാണ്. HDR 10 സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള സർവീസസ് എല്ലാം നമുക്ക് HD സ്ട്രീമിങ്ങിൽ കാണാൻ സാധിക്കും. 90 Hz ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനും അനുയോജ്യമായ ഒരു ഡിസ്പ്ലേ ആണ്. വ്യൂയിങ് ആംഗിൾസ് എല്ലാം പെർഫെക്റ്റ്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ പോലെ തന്നെ ഈ ഫോണിനെ ആകർഷിക്കുന്ന മറ്റൊരു സെഗ്മെൻറ്റാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. 64 മെഗാ പിക്സലിൻ്റെ GW1 മെയിൻ സെൻസറാണ്. 12 മെഗാ പിക്സൽ ടെലിഫോട്ടോ, 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സൽ മാക്രോ, ഇങ്ങനെയാണ് റിയർ ക്യാമറ. 16 മെഗാ പിക്സൽ സോണി സെൻസർ, 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ, ഇത് രണ്ടുമാണ് സെൽഫി ക്യാമറാസ്. ക്യാമറ ആപ്പിൻ്റെ ഇൻ്റർഫേസ് സാംസങ്ങിനോട് സമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നൈറ്റ്, ഫോട്ടോ, വീഡിയോ, സൂപ്പർ മാക്രോ, സ്ലോമോ, പ്രോമോട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. പോർട്രേറ്റ്, നൈറ്റ് ഷോട്ട്സ്, ഡൈനാമിക് റേഞ്ച്, വീഡിയോ സ്റ്റെബിലൈസേഷൻ എല്ലാം തന്നെ ഇനീഷ്യൽ ഇംപ്രഷനിൽ നല്ലതാണെന്ന് തന്നെ പറയാം. $20,000 താഴെയുള്ള ബഡ്ജറ്റിൽ നല്ല പ്രീമിയം ഡിസൈൻ, കിടിലൻ 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ, നല്ല ക്യാമറകൾ, ഫുൾ ഡേ ബാറ്ററി ലൈഫ്, കൂടെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, പവർഫുൾ ഗെയിമിംഗ് പ്രോസസ്സർ, താരതമ്യേന ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ്, ആവശ്യത്തിന് മെമ്മറി, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ് സ്ലോട്ട്, ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Realme 6 Pro. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.